പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മാതാകാരിക്കുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭൂമിയിൽ ഈ ഞായറാഴ്ച പകൽക്കാലം നമുക്ക് കർത്താവിനെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കാൻ കർത്താവ് നമ്മുടെ സാവകാശം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തി. നമ്മുടെ കാലുകൾക്ക് കർത്താവ് ബലം തന്നു. ഹല്ലേലൂയ. നമ്മൾക്ക് കർത്താവ് കൈകൾക്ക് ബലം തന്നു. കർത്താവ് നമ്മളെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. ലോകത്തിന്റെ അവസാനത്തോളം, ഭൂമിയുടെ അവസാനത്തോളം കർത്താവ് നമ്മളോട് കൂടെ. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം മാറും, നാട്ടുകാരൻ മാറും, അനുജനെല്ലാം മാറും. ഹല്ലേലൂയ. എന്നാൽ മാറാതെ നിൽക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രം. ഹല്ലേലൂയ. സംഘടനയിലും പറയില്ല. ഹല്ലേലൂയ. സംഘടനത്തിന്റെ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ആരാ എഴുതിയിരുന്നു ഒക്കെ ഉണ്ട്. ഇതൊരു വിടുതലിന്റെ സങ്കീർത്തനമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കുകയും 50 വാക്യങ്ങളുണ്ട്, വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം തന്റെ ഭക്തനെ ഹല്ലേലൂയ രക്ഷിച്ച കഥകളാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു ഭക്തനെ ദൈവം എപ്പോഴും സഞ്ചരിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. വായിച്ചാൽ 30 വാക്യം വായിച്ചാൽ 30 വാക്യം. ദൈവത്തിന്റെ വഴി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ വഴി ഞാൻ ഇങ്ങനെ ദൈവത്തിനെടുത്ത് വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അനേക വഴികളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഈ ഹാളിലേക്ക് വരുവാനായിട്ട് പല വഴികളുണ്ട്. ഞാൻ വന്ന വഴികളല്ല, നിങ്ങൾ വന്ന വഴികളല്ല, ഞങ്ങൾ വന്നു. പല വഴികളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വഴി ഒരൊറ്റ വഴിയാണ്. ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ 14-ാം തീയതി കർത്താവ് പറഞ്ഞു, ഞാൻ ആ വഴിയാണ്. ഹല്ലേലൂയ. അനേക വഴികളുണ്ട്. ഈ ലോകത്തെ മനുഷ്യരെല്ലാം ജീവിച്ച് മരണ വഴികളിലേക്ക് ചെന്ന് അവസാനിക്കുമ്പോൾ ഒരു ദൈവവൈദ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഹല്ലേലൂയ സന്തോഷം പുതിയതായി വരും. ദൈവത്തിന്റെ വഴിക്കും ദൈവത്തിന്റെ പ്രമാണത്തിനും ഒരു നാളും മാറ്റമില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വഴികളെയൊക്കെ ദൈവം മാറ്റി, മരണ വഴികളെ മാറ്റി. സദൃശവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ വഴി മരണവഴികളായിത്തീരും. എന്നാൽ ദൈവത്തിന് ഒരു മനുഷ്യനോട് കൃപ തോന്നിയിട്ട് ഹല്ലേലൂയ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആ വഴി അവസാനിക്കുന്നത് കർത്താവിൽ തന്നെയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ആ യഹോവയുടെ ന്യായപ്രമാണം വചനം ഊതിക്കഴിച്ചത്. ഇതുവാ ഞാൻ എന്ന് പറയുന്ന പോലെ ഹല്ലേലൂയ അല്പബുദ്ധികളെ ഞാൻ എളിമപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, ഞാൻ എളിമപ്പെട്ടു, കർത്താവിനെ എന്ത് ചെയ്തു പറഞ്ഞു? രക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവങ്ങളെ നമ്മൾ എവിടെ എളിമപ്പെട്ടു? കർത്താവ് രക്ഷിച്ചു. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കും. നമ്മൾ ഇവിടെ തന്നെ വായിക്കുന്നുണ്ട്, ഞാൻ ബക്കറിനോട് ആരാണ്? ബക്കർ ദയാലോട് ദയാലു. നമ്മൾ എങ്ങനെ ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുന്നതനുസരിച്ച് ദൈവം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ നമ്മൾ പല രീതിയിൽ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവം നമ്മളോട് കൂടെ ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു, ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, യഹോവേ ഹല്ലേലൂയ ഇത്രത്തോളം വരുവാൻ ഞാനും എന്റെ കുടുംബം എന്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന സ്റ്റെപ്പിൽ കർത്താവ് ഇറങ്ങും. ഹല്ലേലൂയ. അന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായി. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് അറിഞ്ഞെങ്കിലും നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. അവനാൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യമില്ല. ഹല്ലേലൂയ. മനുഷ്യർക്ക് പല കാര്യങ്ങളും അസാധ്യമല്ല, ഒന്നും പറ്റുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് സകലതും കഴിയുമെന്ന് ഞാൻ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പേരെ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ ഇരുട്ടിന്റെ അവസ്ഥകളിൽ നാം കടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവിനെ കൂടെ പിടിച്ചു. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയല്ലോ, ഞാൻ ദൈവത്തിന് കൂടെ. ഹല്ലേലൂയ. ഇനിയുള്ള സമയങ്ങൾ നമ്മൾ കർത്താവിനോട് കൂടെ നമ്മുടെ വഴികളെയൊക്കെ ദൈവം തുറക്കും. എവിടെയൊക്കെ വേദന ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കാൻ പറ്റിയ താങ്കൾ ആളുകളാണ്. മനുഷ്യരൊക്കെ അടക്കിയൊന്നും ചെയ്യാറില്ല. ദൈവം ഒരു വഴി മുഴുവന് വേണ്ടി തുറന്നാൽ ഞാൻ ദാവീദ് ഗൃഹത്തിന് താക്കോൽ എവിടെ വെക്കുന്നതാണ്? താക്കോൽ തോല് വെച്ചോണ്ട് വന്ന ഒരാളുണ്ട് ഇല്ല. വായിച്ച യെശയ്യാവ് 22-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിച്ചേ. യെശയ്യാവ് ചാപ്റ്റർ 22 22 വായിച്ചേ. ഞാൻ ദാവീദ് ഗൃഹത്തിന് താക്കോൽ വെക്കും. പിന്നെ അവൻ തുറന്നാൽ, പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നാൽ ഒരു മനുഷ്യനും അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുത്ത് നിങ്ങളൊന്ന് നോക്കാം. കൊടുത്താൽ അടുത്തയായിട്ട്
ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ വഴി പോകണം. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ഹല്ലേലൂയ. ആ സന്തോഷത്തിന്റെ പരിപൂർണത എന്റെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ എന്നും സന്തോഷമുണ്ടാകും. ദുഃഖവും ഇല്ലെന്നില്ല, ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖത്തെ നമ്മുടെ കർത്താവ് നമുക്കൊരു സന്തോഷം നൽകി. ഏറ്റവും വേണ്ടുന്നത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്തോ പണമാണ്, മനസ്സമാധാനം. സമാധാനം മനസ്സിനകത്തൊരു സമാധാനം ഉണ്ടെങ്കിൽ പണമൊക്കെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഇതാ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ മനസ്സ് കലങ്ങരുത്. ഹല്ലേലൂയ. ഇവരെന്താ കർത്താവിനോട് ശിഷ്യന്മാർ രണ്ടു കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്തൊക്കെ ചോദിച്ചു? കർത്താവ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. രണ്ട്, ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിച്ചത്. എന്ത് പകൽക്കാലം പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന ദൈവത്തോട് ചോദിക്കണം, കർത്താവെ ഇത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് എൻ്റെ പ്രാർത്ഥനയുടെ റൂട്ടൊന്ന് മാറ്റി തരണം. അതുപോലെ തന്നെ കർത്താവ് നിന്നിലുള്ള ആശ്രയം എനിക്ക് വർദ്ധിച്ചു വരുവാൻ നിന്നിലുള്ള വിശ്വാസത്തെ കൂടെ എനിക്കൊന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന് കർത്താവിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ പറയാതെ ഒരു ഞാൻ ഭാഷയിലാണ് പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വഴി വരണം. ദൈവത്തിന്റെ വഴി വരാതെ ദൈവത്തിന് വഴി തുറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവം പഠിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ കർത്താവിൽ നിന്ന് മാറിപ്പോയി ദൈവത്തിന്റെ വഴിയിൽ വന്നോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പകൽക്കാലം ദൈവങ്ങളെ ദൈവത്തിന്റെ വഴി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മളെ തികവുള്ളതാക്കി ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ. നമുക്ക് എന്തിനാണ് നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാനുള്ള റൈറ്റില്ലാത്ത എല്ലാ വിഷയത്തിലും ഹല്ലേലൂയ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ പോകും. അപ്പനോട് ചോദിക്കാൻ മടിയുള്ളത് പലപ്പോഴും സംശയമുള്ളത്. എന്റെ അപ്പൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അപ്പന്റെ അടുത്ത് ഓടിച്ചെല്ലാൻ പറ്റത്തുള്ളത്. നാം സേവിക്കുന്ന ദൈവം ആരാണ്? ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന് ഉടയവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് കരഞ്ഞ് അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നത് പോൽക്കാലം നമ്മുടെ ആത്മാവിന് ഉടയവനായ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ നമ്മുടെ സകല വിഷയത്തിന്റെ പരിഹാരം നമ്മുടെ കർത്താവിന്റെ കയ്യിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ജീവിച്ചു വന്ന അവസ്ഥകളിൽ നമ്മുടെ മരണത്തിന്റെ വഴികളെ മാറ്റി ദൈവത്തിന്റെ വഴി നമ്മളെ ആക്കി വെച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ വഴി നടത്തുകയാണ്. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. മൂന്ന് വഴികൾ നാശത്തിലേക്ക് പോകുന്ന മൂന്ന് വഴി പെട്ടെന്ന് വായിച്ചേ. സദൃശവാക്യങ്ങളും 2:13 വായിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. പ്രോവേർബ്സ് ചാപ്റ്റർ 2 വേഴ്സ് 13 വായിച്ചേ. അന്ധകാരത്തിന്റെ വഴിയെ കുറിച്ച് പറയുന്നത് വായിച്ചേ. കേട്ടോ. അപ്പൊ അവിടൊക്കെ അന്ധകാരത്തിന്റെ വഴികളാണ്. സ്തോത്രം. നമുക്ക് ഇനിയിപ്പോ അങ്ങനത്തെ വഴികൾ പോകത്തില്ല. നമ്മൾ കേട്ടല്ലോ സംഘത്തിന് 1-ാം സംഘത്തിന് എല്ലാവർക്കും കണക്കാണോ? അവിടെ എന്താ എഴുതിയിരുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ പിന്നെ എവിടെ ഇരിക്കണം? ദൈവങ്ങളെ ഇനി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുന്നവരായിരിക്കണം. ഒരു കാലത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും നമ്മൾ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരും അവനെ അപവാദം വരുത്തുന്നവരും ആയിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവനാമം ക്രൂശിക്കപ്പെടുക എന്നിലൂടെ നിങ്ങളിലൂടെ സംഭവിക്കും. എന്നാൽ നമ്മളെ കൊണ്ടുവന്ന വഴി ദൈവത്തിന്റെ വഴിയുള്ളതായിരിക്കണം. അത് തികവുള്ളതായിരിക്കണം. ഹല്ലേലൂയ. മരണവഴിയിൽ നിന്ന് ദൈവത്തിന്റെ വഴിയിൽ നിത്യജീവനിലേക്കുള്ള വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നാക്കി ഇത് പകൽക്കാലം ആ മരണത്തിന്റെ വഴികളിൽ നിന്ന് ക്രിസ്തു തന്റെ ദേഹം തിരിച്ചുകൊണ്ട് നമുക്ക് പുതുവഴി തന്ന സ്വർഗീയ പ്രവേശനം നമുക്ക് തന്നു. ഹല്ലേലൂയ. കർത്താവിങ്ങനെ പറഞ്ഞല്ലോ, നാശത്തിലേക്ക് പോകുന്ന വഴി എങ്ങനെയുള്ളതാണ്? ഞാൻ എപ്പോഴും പറയും മോട്ടോർ പോലെ മാഞ്ഞു പോകും. ഹല്ലേലൂയ. നമ്മൾ ആ മോട്ടോർ വേ ഇറങ്ങി നമുക്ക് ഈ കൺട്രി റോഡിലോട്ട് കയറുമ്പോൾ ഹല്ലേലൂയ ചിലപ്പോൾ ഞെരുക്കമായിരിക്കും, ഇടുക്കമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ സ്വർഗം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കിയില്ല, സ്വർഗം വലുതാണ്. പക്ഷെ സ്വർഗത്തിലേക്ക് കയറുന്ന വാതിലെടുക്കും. ഹല്ലേലൂയ. നമ്മുടെ വീട് വലുത, വീടിന്റെ അത്രയും വലുപ്പമുള്ള വാതിലായാലും പറ്റില്ല. വീട്ടിനകത്തോട്ട് കയറിയ കുറെ അയ്യപ്പസ് കൂടെ പുറത്ത് നോക്കുന്നത് ചെറുതാ, വാതിൽ ചെറുതാ. പക്ഷെ ഇതിലൂടെ നമ്മൾ കടക്കണം. ഹല്ലേലൂയ. ജീവനിലേക്ക് വഴി എടുക്കുകയും ഞെരുക്കവും ഉണ്ടെങ്കിൽ ഇന്ന് കാലം നമ്മൾ അകത്ത് പ്രവേശിച്ചാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലേക്ക് നമുക്കറിയാവുന്ന കാര്യം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് 10 പേരുടെ കാര്യം പറഞ്ഞപ്പോൾ 5 പേര് കയറി കഴിഞ്ഞ് കഥ കടക്കും. വേറെ വഴിയില്ല. ഹല്ലേലൂയ. ഈ വഴിയിൽ വന്നാൽ ഹല്ലേലൂയ കർത്താവ് ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് ഇടയൻ, ഞാൻ തന്നെയാണ് വാതിൽ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിൽ പല പരാജയങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ എന്നിൽ തന്നെ നോക്കി ജീവിക്കാൻ പറ്റില്ല. എന്നാൽ എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു. കർത്താവ് ഞാൻ കർത്താവ് അനിയനിത നമ്മൾ പറഞ്ഞു ഇത് കേൾക്കണം. കർത്താവ് അനിയനിത എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ
സഹകരണത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ മനുഷ്യനുണ്ടാക്കുക എന്താ പറഞ്ഞത്? അവര് തടിയെടുത്തോണ്ട് വരുന്നു, തടി വെട്ടിക്കൊണ്ട് വരുന്നു, അവന്റെ ഇഷ്ടത്തിലുള്ള ദൈവത്തെ ഉണ്ടാക്കുന്നു. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കുറച്ചെടുത്ത് നമ്മൾ തീ കത്തിക്കുന്നു, നമ്മൾ കഞ്ഞി വെക്കുന്നു, അതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഞാനുണ്ടാക്കിയ ദേവന്റെ മുന്നിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരേ, നമ്മൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദൈവം. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്നെ പോലെ ഒരു അപ്പനെ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ പ്രിയരെ ദൈവത്തെ നമ്മൾ കളിപ്പിക്കാൻ പോകും. വിഗ്രഹങ്ങൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്, പലതര രീതിയിലുള്ള വിഗ്രഹങ്ങൾ. അതെല്ലാം മാറ്റിയിട്ട് ദൈവത്തെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം. എന്നാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വഴികൾ ജീവനും സമൃദ്ധിയുമുള്ള സമാധാനത്തിന്റെ വഴികളാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം ഇസ്രായേലിനെ എന്താക്കി വെച്ചിരിക്കുകയാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അവർ ദൈവത്തെ കൈക്കൊണ്ടില്ല, അത് വേറെ വിഷയം. എനിക്ക് എപ്പോഴും ഈ ആളുകൾ ഈ യഹൂദനിൽ ഞാൻ വേറെ ദിവസം വായിച്ചപ്പോൾ ഒന്നും പ്രസംഗിക്കാൻ ആരുമില്ല. ഏറ്റവും കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നടന്ന മനുഷ്യനാണ് പൗലോസ്. പൗലോസ് യഹൂദന്മാരെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് വായിച്ചിട്ടുണ്ട്? ആരെങ്കിലും പറഞ്ഞു വായിച്ചിട്ടുണ്ട്? നമ്മൾ യഹൂദനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രോമാഞ്ചമാണ്. ഇന്ന് ക്രിസ്ത്യാനി അവിടെ കുറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ കാർപ്പിച്ചു കൊടുക്കുവാണ്. പൗലോസ് അതിന്റെ ഏറ്റവും ന്യായപ്രമാണത്തിന് വേണ്ടി തികവുള്ളവനായി എരിവോട് നിന്ന് പൗലോസ് എന്നാ പറഞ്ഞതറിയോ? ഇല്ല, നിങ്ങൾ തെസ്സലോനിക്കയിലേക്ക് 1 തെസ്സലോനി 2:15 വായിച്ചു. ശ്രദ്ധിച്ച് നിങ്ങൾ അതെല്ലാം അന്തരം ചെയ്ത് വായിക്കണം. ഞാൻ യൂതന്മാരെ കുറ്റം പറയുന്നതല്ല, പുസ്തകത്തിലുള്ള പൗലോസ് പറഞ്ഞ കാര്യം വായിച്ചു. 2:15 സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചേ, ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ് എരിമോടെ സ്വന്തം ജാതിയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. പിന്നെ നമുക്ക് യഹൂദനിൽ എന്ന് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം പറയാറുണ്ട്. യഹൂദൻ ജയിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ നടക്കേണ്ട പോലാണ്. പിന്നെ പൗലോസ് ഇവിടെ പറയാം, യഹൂദർ കർത്താവായ യേശുവിനെ സ്വന്തം പ്രവാചകന്മാരെ കൊന്നവർ. എന്നിട്ട് പറയുകയാണ്, ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ വിലക്കുന്നവരും കൂടാണ്. തൊട്ട് താരം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ കുളിർത്തു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ സകലപ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിനെ ദൈവം ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമി പോയാൽ യഹൂദനുമില്ല, ആരുമില്ല, നമുക്ക് നമ്മുടെ കർത്താവ് ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ എന്ത് പറഞ്ഞു അത് നാം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം അവരെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് വഴിയാത്രയിൽ അവരെ കൊണ്ടുവന്നു. അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ ചോദിക്കും, നമ്മളെ കഴിയാവുന്ന നമ്മൾ കൂടെ പറ്റും. നമ്മൾ 5 രൂപ, നമ്മൾ 10 രൂപയുടെ ഷൂ ഇട്ടാലും ഇവര് ബ്രാൻഡ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ മേടിച്ചു ഇല്ലേ? പിള്ളേരുടെ പോലെ അച്ഛൻ എത്ര ഷൂ ഉണ്ടെന്ന് പറയും. മോനെ നമ്മുടെ ഇതുപോലെ ഓഫർ കിട്ടുന്നുണ്ട്, വലിയ ബ്രാൻഡ് ഷൂ എന്ന് പറയും. അല്ല, പിന്നെ നിങ്ങൾ ഇടട്ടെ. എന്തിനറിയോ? ഇതുപോലെ ദൈവം തന്റെ മക്കളെ പരിപാലിച്ചു വിടുവിച്ചുകൊണ്ട് വന്നത്. പക്ഷെ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവർ ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു, പക്ഷെ അവർ ആ വീട്ടിലെത്തിയില്ല. അല്ല, വീരെ നമ്മുടെ വീട്ടിലെത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. 106 സങ്കീർത്തനം 20 വാക്യം വായിച്ചേ. സങ്കീർത്തനം 106:20 വായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആ 15 വായിച്ചു. അവർ അപേക്ഷിച്ചത് അവർ കൊടുത്തു. ദൈവത്തോട് ചോദിച്ചതെല്ലാം തന്നെ നമുക്ക് കൊടുത്തു. അവരുടെ മനോഭൂമി യാത്രയിൽ വേണ്ടുന്നതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. പക്ഷെ വചനം പറയുകയാണ്, എങ്കിലും അവരുടെ പ്രാണനെ ദൈവങ്ങളെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോലെ ദൈവം തന്നാലും തന്നില്ലെങ്കിൽ ഹല്ലേലൂയ, കർത്താവേ എനിക്കിത് മതി, ഹല്ലേലൂയ, എനിക്കെന്റെ വീട്ടിലെത്തണം, ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിന്റെ നന്മ കൊണ്ട് പലരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ കാലം ദൈവം തന്നാലും തന്നില്ലെങ്കിൽ അന്നാ മണിക്ക് തന്നില്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടി ദൈവത്തെ ഒരുക്കിയിട്ടുള്ളത് തരും. അത് ഒരു കണ്ണ് തള്ളിയിട്ടില്ല,
ദൈവത്തെ പ്രിയപ്പെട്ട ദൈവത്തിന് റോമാലേഖനം വായിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു കണ്ണല്ല കണ്ണ് കണ്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ കിടക്കുന്നത് കഴിഞ്ഞത് ഒരു കണ്ണ് കണ്ടിരുന്നു. അത് ചുമ്മാ നമ്മളെ ആവശ്യത്തിന് പറയുന്നത്. അതിനകത്തിൽ എന്തുണ്ടോ അത് നമ്മൾ പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് വിടുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ എന്നോട് ദൈവം സംസാരിക്കാൻ നിങ്ങളുടെ ഇല്ല, നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ എന്ന് പറഞ്ഞ തന്നെയാണ്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കും, അറിയാത്ത വഴികളിലൂടെ സഞ്ചരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സൗമ്യത നമ്മളെ വലിയവനാണ്. യോശുവായിട്ട് ദൈവം പറയുന്നത് നിന്റെ സൗമ്യത നിന്നെ വലിയവനാണ്. നമ്മൾ ഓരോരുത്തരും ദൈവസ്ഥാനത്തിൽ ഞാനിപ്പോൾ പറയാം എത്രത്തോളം നമ്മളെല്ലാം എടുത്ത് നടക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയായിട്ട് കർത്താവ് ഈ ദിവസം ഒത്തിരി പഠിപ്പിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, നിന്നെ ഞാൻ കേൾക്കും. ഈ താഴ്ന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എവിടെ താഴുന്നു? മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ താമസം. ഒരൊറ്റ ഒരുത്തരം നമ്മുടെ തലയേക്കാം കൂടി. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വാക്കാൽ പേര് ദൈവത്തിന്റെ വഴി നമുക്ക് വേണ്ടി തികവുണ്ട്. ഹല്ലേലൂയ, ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഈ വഴിയിൽ സഞ്ചരിക്കണം. എന്നാ സന്തോഷം തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ പരാജയങ്ങളൊക്കെ ദൈവം വിജയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം തരുവതേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. നമ്മൾക്ക് ഈ ഹബക്കൂക്കിന്റെ പ്രവാചകന്റെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ അടവച്ചു. ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ജീവിതത്തിൽ അവർക്ക് വേണ്ടുന്ന കൃഷികള്, മൃഗസമ്പത്ത് എല്ലാം ഉണ്ട്. പാലും തേനും വരുന്ന അക്ഷരാർത്ഥത്തിൽ അത് തന്നെ ഉണ്ടാകുന്ന വാഗ്ദത്തം ദൈവം അവരോട് പറയുന്നത് അവിടെ ഇതെല്ലാം ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും ഭക്തൻ പറയുക, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, നമ്മുടെ കാലുകൾക്ക് മാൻപേടക്കാലുകൾ ബലം തന്ന ദൈവം നമ്മുടെ ഉന്നത ഗിരികളിൽ നമ്മളെ നിർത്തും. ഹല്ലേലൂയ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അല്ലെങ്കിൽ എങ്കിലും ഞങ്ങൾ കർത്താവിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പത്രോസ് ദൈവത്തെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നാഥാ, ഞാൻ ഭാവിയായ ഒരു മനുഷ്യനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞു. ഹല്ലേലൂയ, എന്നാൽ കർത്താവിനോട് കൂടെ നടന്ന ജീവിതത്തിന്റെ സമയങ്ങളിൽ പത്രോസ് പറഞ്ഞു, നാഥാ, ഞങ്ങൾ ആരുടെ എടുക്ക പോകും? നിത്യജീവന്റെ മൊഴി നിന്റെ മക്കളാണ്. ഇതുപോലെ കാരണം നിത്യജീവന്റെ മൊഴികൾ കർത്താവിന്റെ മക്കളാണ്. ഇതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യേക പ്രത്യാശ പുതുക്കി വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തെ അനുസരിച്ച് നമ്മുടെ ദൈവദാസന്മാരെ നമ്മൾ കണ്ടുപിടിക്കുകയും നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പ്രായമാകുന്നുണ്ട്. അത് കർത്താവിന്റെ ആശ്രയത്തിന്റെ യൗവനം കഴിവിനെ പോലെ കൊടുക്കും. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിനെ ആശ്രയിച്ചും ദൈവത്തിന്റെ വഴിയിലും സഞ്ചരിക്കുമ്പോൾ, പാപിയുടെ വഴിയിൽ സഞ്ചരിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തീകരിക്കും. ഞാനിപ്പോൾ പറയാം, നമ്മുടെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് വരും. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മുമ്പ് മുടക്കി പ്രാർത്ഥിച്ചൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മോശ ഹല്ലേലൂയ പ്രമാണമായിട്ട് ഇറങ്ങുന്നപ്പോൾ തേജസ് വർദ്ധിച്ചതുപോലെ, എന്നാൽ ആ തേജസ്സിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ തേജസ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശിഷ്യന്മാരോടൊക്കെ നോക്കി ഹല്ലേലൂയ കഴുത്ത് കണ്ടിക്കാൻ കൂടെ നിർത്തുമ്പോഴും അവർ ചിരിച്ചോണ്ടാ പറഞ്ഞത്. ഹല്ലേലൂയ, ഞങ്ങൾ കെട്ടിവെച്ച് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ജീവിച്ചാൽ ദേശത്തെ കൈവശമാകുവാനെന്ന് പറയും. ആദ്യം കർത്താവ് പറഞ്ഞ് ചോദിക്കേ. രണ്ടാം സംഘത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണം. ഞാൻ എന്ത് പറഞ്ഞു? എന്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ചോദിക്കണം. കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നിന്റെ സാധനം ചോദിക്കാൻ. ഹല്ലേലൂയ, നീ എന്നോട് കൂടെ പോരണം. ഹല്ലേലൂയ, സ്തോത്രം. ഭക്തന്മാരൊക്കെ ദൈവത്തോട് പറഞ്ഞു, മോശ പറഞ്ഞു, നീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങള് കർത്താവ് പറഞ്ഞു, ഞാൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ദൂതനെ ആയിരിക്കാം. ആദ്യം വന്നപ്പോൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ പോയത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ദൂതം നമുക്ക് വേണ്ടി ഇറങ്ങും. അതെ, ദൈവം തന്നെ ഇറങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് പിൻപടയുമായിട്ടിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തിൽ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് കൂടെ. നമ്മളെ വിശ്വസിച്ചാൽ മാത്രമാണ്. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുന്നതുമായ കർത്താവിനെ നമ്മൾ നോക്കിയാൽ പോയച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ കർത്താവ് അവിടെ ഇവിടെ നോക്കാം. വീട് പോയാലും നമ്മൾ നോക്കാൻ പോകും. അയ്യോ, ഇന്നടത്ത് ദിവസി വന്നിട്ട് ഇന്നടത്തെ വലിയ വാർത്തായിരുന്നു, ആ പുള്ളി വീണ് പോയില്ല. ഇത് നമ്മളോട് ദൈവം ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ആരറിയോ? പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് എനിക്കറിയാം. വീണുപോയാൽ വിശ്വസിക്കുന്നതല്ല പറഞ്ഞു. ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ കാണും, പോകുന്നതിന് വേണ്ടിയൊന്നും പറ്റില്ല. പറഞ്ഞോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? എനിക്ക് തന്ന ജീവിതത്തിന്റെ അവസാനത്തോളം ഞാൻ നിന്നെ പ്രസംഗിക്കും. ഹല്ലേലൂയ, ഇനി വേറെ ആരും പ്രസംഗിക്കാൻ നമുക്ക് നേരമൊന്നും. നമ്മുടെ കർത്താവ് വരാറില്ല. ആ കഥ കേൾക്കാറായി പേര് വിളിക്കുമ്പോൾ എന്റെ പേരും കാണണം, വീട്ടിലെത്തണം. അവസാനം വഴി വെച്ച് നമ്മൾ ആ പെട്ടുപോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അത്ഭുത ജീവിതത്തിൽ നമ്മളൊന്നും കർത്താവിനെ സ്തുതിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും ആ പറ്റുവാണെങ്കിൽ യോഹന്നാൻ മാർക്കോസ് ആയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴി എപ്പോഴും എത്തിക്കുന്നു. ശിഷ്യന്മാരിൽ കർത്താവ് യോഹന്നാൻ മാത്രമാണ്. അതിൽ പുതിയ നിയമത്തിൽ അവസാനം എഴുതി വെച്ചിരിക്കുക പുതിയ ആകാശം പുതിയ ഭാവിയും നിത്യതയെക്കുറിച്ച്. നമ്മൾ ദൈവത്തോട് ചാരിയിരിക്കുന്നു. ദൈവം നമ്മളോട് പറയാതെ ഹല്ലേലൂയ, ഇസ്രായേലിൽ
മോശയും അവിടെ ഉള്ളവരൊന്നും പറയാതെ അവിടെ ഒരു നായ പോലും നാവാനൊക്കെ പറവാനൊക്കെ വലിയ പുള്ളിയായി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു. ഹാലലുയ, നമ്മളോട് പറയാതെ കർത്താവ് ഒരു കാര്യം പറയുന്നത്. ഹാലലുയ, എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ഭാര്യയുടെ കുഞ്ഞുങ്ങൾ പിന്നെ സമയം പറയും. പക്ഷെ ആദ്യം പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ കൂടെ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളാണെങ്കിൽ ദൈവം നമ്മളെ വിളിപ്പിച്ചെങ്കിൽ ഇനി ലോകത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നത് കർത്താവ് നമ്മളോട് പറയും. ഓൾറെഡി വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഹല്ലേലൂയ, വരാൻ പോകുന്നത് ഞാൻ തന്നെ പലരും പറയുന്നതാണ്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് ഞാൻ അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം ദൈവത്തിന് സ്നേഹിതനാണ്. അബ്രഹാം സ്നേഹിതനെ പറഞ്ഞിട്ടുള്ളൂ, മക്കളായെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിച്ച് നമ്മൾ ഏവരും ദൈവമക്കളായി പേരെ നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നമ്മളോട് സംസാരിക്കും. ആ ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ഈ വഴി ഒത്തിരി കാര്യം എഴുതുന്ന സമയം പെട്ടെന്ന് ആ വഴിയിലൂടെ സഞ്ചരിക്കും. ഹാലലുയ, സ്തോത്രം, സ്തോത്രം. അനേക വഴിയിലൂടെ അനേക വർണ്ണ വഴിയിലൂടെ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. സെക്രട്ടറി വായിക്കുന്നു, ദേശത്ത് വാൾ വരുമ്പോൾ വാളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നീ പോയി പറയണമെന്നാണ്. ഹാലലുയ, സുവിശേഷം പറയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഹാലലുയ, സ്തോത്രം. സഭയൊക്കെ ദൈവം പണിയും, സുവിശേഷം പറയണം, പുതിയ ആത്മാക്കളെ നേടണം. ഹാലലുയ, സ്തോത്രം. ജോലി തിരക്കൊണ്ട് മറ്റു ചില കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു പോകാം. ഹാലലുയ, ദൈവം എന്നെ നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഹാലലൂയ, ആര് പോകും? സുവിശേഷം കേൾക്കാതെ ആര് രക്ഷിക്കപ്പെടും? ഹാലലൂയ, ആര് ഭയക്കാതെ ആര് പോകും? ആര് പറയാതെ ആര് കേൾക്കും? അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയി പറഞ്ഞെങ്കിൽ മാത്രമേ ഒരുവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവൻ നിത്യനരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ വഴിയിലേക്ക് അനേകരെ കൊണ്ടുവരും. ഹാലലൂയ, നമ്മൾ വന്നിരുന്നത് ഒരു പാട്ടും പാടി രണ്ട് പാട്ടും ഒരു സങ്കീർത്തനം വായിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നവരായിട്ടല്ല. ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ആ ഒറ്റ ജീവിതം നിലനിർത്തുന്നതല്ല. അയ്യോ പിന്നെ സമയം കിട്ടിയെന്ന് പറയുന്നത് പ്രിയരെ, സമയം തക്കത്തിന് ഉപയോഗിക്കണം. വേദപുസ്തകം പഠിച്ചാൽ സമയം എല്ലാവരും തക്കത്തിന് ഉപയോഗിച്ചാൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കാര്യം വെച്ചോ ലോട്ടറിക്കാരൻ പറയുന്നതായിരിക്കും ഒരു കാര്യം നടക്കും. ഹാലലൂയ, ഇന്നെന്ന് പറയുന്നത് എന്നറിയോ? അതിനെ പറയുന്നത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം വായിച്ച്, 2 കൊരിന്ത്യർ ചാപ്റ്റർ 6 വേഴ്സ് 2 വായിച്ച്, 2 കൊരിന്ത്യർ 6-ന്റെ 2. ഞാൻ ഇന്നലെ വീട്ടിൽ പ്രാർത്ഥിച്ച് പറഞ്ഞ വാക്ക് ഒന്ന് വായിച്ചു. ആ പ്രസാദകാലത്ത് നിനക്ക് ഞാൻ ഉത്തരമല്ലി. എന്റെ പ്രിയരെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇപ്പോൾ അത് നാളെ വായിച്ചാൽ ആ ഇപ്പോൾ തന്നെയാണ്. ഹാലലുയ, സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്പോൾ എന്ന വിഷയം അനേക ഇടങ്ങളിലുണ്ട്. നാളെ ഇപ്പോഴാകുന്നു നമ്മുടെ എല്ലാം നമ്മുടെ കടലിൽ പോകാൻ എല്ലാവർക്കും പറ്റില്ല. തിരമാല ഒഴിഞ്ഞിട്ട് ആർക്കും ഇറങ്ങാൻ പറ്റും. അതിനെ മറികടന്നെങ്കിലേ പറ്റത്തില്ല. ഹാലലുയ, യാക്കോബിന്റെ നേരത്തെ നമ്മൾ വായിക്കുന്ന കാറ്റിനെ നോക്കുന്നു വിലക്കത്തില്ല. അവൻ ഈ കതിരും ഇതും പിടിച്ചോണ്ട് ഈ വിത്തും പിടിച്ചോണ്ട് കൈ അത് വിലക്കാൻ പറ്റില്ല. ജീവിതത്തിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നോക്കി എല്ലാം കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നതല്ല, ഒരു വിഷയമല്ല. എന്നാൽ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ കാറ്റിന്റെ മധ്യത്തിൽ കാറ്റിനെയൊക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കും. ഹാലലുയ, അനേക കാറ്റ് പറ്റുന്നുണ്ട്. ഇത് പറയാൻ സമയം എല്ലാ കാറ്റിന്റെ ദൈവം മാറ്റും. ശാന്തത ഉറങ്ങുന്ന പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ കഴിയാം, പോകാൻ കഴിയാണെങ്കിൽ ദൈവം വരാൻ തയ്യാറാണ്. ഹാലലുയ, സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. ഹാലലുയ, അതുകൊണ്ട് ഞാൻ നാളെ ഒന്നും കഴിയുന്നില്ല. ഞാനെന്ന് പറഞ്ഞ അടുത്ത ഞായറാഴ്ച ഇവിടെ നമ്മളുണ്ടോ ആളുണ്ടോ ഇതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ഹാലലുയ, അതുകൊണ്ട് എന്ത് ചെയ്തോന്നറിയാം? ഇപ്പോൾ നാഥാ എന്താ പറഞ്ഞിരിക്കുന്നത്? ശിമയെ പറയുന്ന പോലെ ഇപ്പോൾ നാഥാ അതിനെ സമാധാനത്തോടെ കേൾക്കണം. നമുക്ക് സമാധാനത്തോടെ ഓരോ ദിവസവും നമ്മളെ ദൈവം വിടുമ്പോൾ ഹാലലുയ, നമ്മൾ സമാധാനത്തോടെ ആചാര്യ കിടക്കയിൽ വിശ്രമം പ്രാപിക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ഈ ദൈവത്തിന്റെ വഴി നമ്മൾ സഞ്ചരിക്കും. ഇതൊരു വാർത്തയുടെ വായിച്ചു. യെശയ്യാപ്രവചനം 55-ാം അധ്യായം യെശയ്യാവ് 55:9. അവൻ വേറെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വഴി, നമ്മൾ ചെറിയ വഴിയൊക്കെ ചിന്തിച്ച് ഇവിടെ വെക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ വഴികളെ കുറിച്ചുള്ള ഒരു ആഗ്രഹമാണ്. ആകാശം ഭൂമിക്ക് മേലെ എഴുതിയിരിക്കുന്നവരെ നമുക്കിതൊന്നും കണ്ടാൽ തീരുന്നില്ല, ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ലെ ഇവിടെ പറയാ ദൈവത്തിന്റെ വഴി അങ്ങനെയാണ്. ആകാശം ഭൂമിക്ക് മീതെ വന്നിരിക്കുന്നത് പോലെ
നാഥാ നീ ഞങ്ങളെ മറന്നോ എന്ന് ചോദിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് വിചാരമുണ്ട്. അതല്ല ഞാനാണ് നിങ്ങളെ വിളിച്ചത്. ദൈവമാണ് നമ്മളെ വിളിച്ചെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നശിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. പക്ഷേ ദൈവത്തെ എപ്പോഴും നമ്മളെ ബോസിനകത്ത് വെച്ചോ. വിഷയം വരുമ്പോൾ വിളിച്ചാൽ മതി. കർത്താവ് ഒരു ശാന്തമാക്കും അക്കരെ നമ്മൾ എത്തി. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മതി. നമ്മുടേതായ ഒരു വഴി നമ്മൾ എടുക്കണം. ആ ദൈവത്തോട് ചോദിച്ചിട്ട് മാത്രമേ നമ്മുടെ വഴികൾ തിരഞ്ഞെടുക്കാം. ചാടി പുറപ്പെട്ടിട്ട് അവസാനം വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ ദൈവങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല. ദൈവത്തോട് ചോദിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. അവൻ ആലോചനയിൽ വലിയവൻ. ആലോചന നിങ്ങൾ നമ്മളെ എന്നെ പറ്റി വായിക്കുന്നുണ്ട് 29-11 എപ്പോഴും നിങ്ങളെല്ലാം പറയുന്ന വാക്യാണ്. എന്താ ജെറമ്യായ 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറന്നുപോയി. 29 വായിച്ചു പെട്ടെന്ന് വായിച്ചു. നിങ്ങൾക്ക് നമുക്കെല്ലാവരും ശുഭഭാവി ഇഷ്ടമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നമ്മളെ പറ്റി ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ദൈവം അറിയുന്നു. നമ്മളെ പറ്റി നമുക്കൊരു ശുഭഭാവിയാണ്. മുന്നിലിരിക്കുമ്പോൾ തന്നെ നിത്യതയെക്കുറിച്ചുള്ള ശുഭഭാവി. ഇസ്രായേലിനെ കുറിച്ചുള്ള വിഷയത്തിൽ അത് വേറെ പറയുന്നെങ്കിലും നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മാവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ശുഭഭാവി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴി ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ ചൊവ്വയുള്ള വഴി നടത്തണമേ കർത്താവേ. അനേക വഴികളുണ്ട്. അവൻ നമ്മളെ ചൊവ്വയുള്ള നേരെയുള്ള വഴി നടത്തി നമ്മൾ ഇസ്രായേൽ മക്കളെ. അതുപോലെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ വഴികൾ സഞ്ചരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവജനങ്ങളാണ്